വലിയ കോലാഹലങ്ങൾക്കൊടുവിലാണ് LDF സർക്കാരിൽ ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തത്. ഒരു MLA മാത്രമുള്ള കക്ഷികൾക്ക് മന്ത്രിസ്ഥാനം നൽകുവാനുള്ള LDF ധാരണ ഗണേഷ് കുമാറിന്റെ കാര്യത്തിൽ വൈകി. അതേ തുടർന്നുള്ള വിവാദങ്ങൾ കെട്ടടങ്ങും മുമ്പാണ് ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിസ്ഥാനം ഏറ്റെടുത്തത്. മന്ത്രിസ്ഥാനം ഏറ്റെടുത്തയുടൻ KSRTCയിലെ ഉദ്യോഗസ്ഥ വാഴ്ച അവസാനിപ്പിക്കുവാൻ ശ്രമിച്ച ഗണേഷ് കുമാറിന് സർക്കാരിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും ശക്തമായ എതിർപ്പുകൾ നേരിടേണ്ടി വന്നിരുന്നു. ഗണേഷിന്റെ വരവോടെ KSRTC CMD ആയിരുന്ന ബിജു പ്രഭാകർ സ്ഥലം വിട്ടതും മന്ത്രിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് തന്നെയാണ്. പക്ഷേ മുകളിൽ നിന്നും കീഴെ നിന്നും ശക്തമായ സമ്മർദ്ദമുണ്ടായെങ്കിലും ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ഗണേഷ് കുമാറിന് വലിയ ജനസമ്മതിയാണ് നേടിക്കൊടുത്തത്. KSRTCയുടെ നടത്തിപ്പിലും പുതിയ പദ്ധതികളിലും ശക്തമായ അഴിച്ചുപണി വേണമെന്ന നിലപാടായിരുന്നു ഗണേഷ് കുമാർ എടുത്തത്. മഹാത്ഭുതം കാണിച്ച് KSRTCയെ രക്ഷിക്കും എന്നൊന്നും താൻ അവകാശവാദം ഉന്നയിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് ഗണേഷ് കുമാർ അധികാരസ്ഥാനം ഏറ്റെടുത്തത്. എന്നാൽ അധിക ചെലവ് വെട്ടിക്കുറച്ചും റൂട്ടുകൾ പരിഷ്കരിച്ചും KSRTCയെ ലാഭത്തിലാക്കുവാൻ ഗണേഷ് കുമാറിന് കഴിഞ്ഞു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു മാസം കൊണ്ട് 4.5 കോടിയുടെ ലാഭമാണ് ഗണേഷിന്റെ പരിഷ്കാരങ്ങൾ KSRTCക്ക് നേടിക്കൊടുത്തത്. സർക്കാരിന്റെ പോക്കറ്റിൽ ദ്വാരം വീഴ്ത്തിയ KSRTC എന്ന ബാധ്യതയെ ലാഭത്തിലേക്ക് എത്തിക്കാം എന്ന പ്രതീക്ഷയാണ് ഇത് അധികൃതർക്ക് നൽകുന്നത്. അധികാരം ഏറ്റെടുത്തതിനു ശേഷം അദ്ദേഹം ആദ്യം മുന്നോട്ട് വെച്ച ആശയമായിരുന്നു റൂട്ട് പരിഷ്കരണം. ഇത് KSRTCയുടെ എല്ലാ യൂണിറ്റുകളിലും മിന്നൽ വേഗത്തിൽ നടപ്പാക്കുകയും ചെയ്തു. ഓർഡിനറി സർവീസുകളിൽ റൂട്ട് റാഷണലൈസേഷനിലൂടെ മികച്ച ലാഭം ഉണ്ടാക്കിയെടുക്കുവാൻ ഒരു മാസത്തിനുള്ളിൽ തന്നെ KSRTCക്ക് കഴിഞ്ഞു. നഷ്ടമുണ്ടാക്കുന്ന 52,456 കിലോമീറ്റർ സർവീസ് ഒഴിവാക്കി പ്രതിദിനം 13,101 ലിറ്റർ ഡീസൽ ലാഭിക്കുവാൻ KSRTCക്ക് കഴിഞ്ഞു. ഇങ്ങനെ 12,51,000 രൂപ ഡീസൽ ഇനത്തിലും 2,09,000 രൂപ മെയിന്റനൻസ് ഇനത്തിലും അധിക ചിലവ് കുറയ്ക്കുവാൻ KSRTCക്ക് കഴിഞ്ഞു. 1 കിലോമീറ്ററിന്റെ സ്പെയർ പാർട്സ് ചെലവ് 4 രൂപ എന്ന കണക്കിൽ ആകെ ഒരു ദിവസം 14,61,000 രൂപയാണ് KSRTCക്ക് ലാഭിക്കുവാനായത്. KSRTCയുടെ ഓർഡിനറി സർവീസുകളിൽ നടപ്പിലാക്കിയ റൂട്ട് റാഷണലൈസേഷനിലൂടെ ഒരു മാസം കൊണ്ട് ഡിപ്പാർട്ട്മെന്റിന് 4,38,00,000 രൂപയാണ് ലാഭമുണ്ടായത്. കൃത്യമായ റൂട്ട് ആസൂത്രണത്തിലൂടെ അധിക ചെലവ് വെട്ടിക്കുറച്ചും അതേസമയം മലയോര ആദിവാസി മേഖലകളിലെ ആവശ്യ റൂട്ടുകൾ നിലനിർത്തിയുമാണ് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ കോർപ്പറേഷനെ ഗണേഷ് കുമാർ ലാഭത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. സ്ഥിരം റൂട്ടുകളിൽ ആളൊഴിഞ്ഞു പോകുന്ന സർവീസുകൾ ഒഴിവാക്കിയാണ് റൂട്ട് റാഷണലൈസേഷൻ നടപ്പാക്കിയിരിക്കുന്നത്. ഓർഡിനറി ബസ്സുകളിൽ പദ്ധതി വിജയിച്ചതോടെ ദീർഘദൂര സർവീസുകളിലും പദ്ധതി നടപ്പിലാക്കുമെന്നാണ് അറിയാനാകുന്നത്. KSRTCയിൽ ഇത്ര വേഗത്തിൽ സംഭവിച്ച മുന്നേറ്റം വലിയ പ്രതീക്ഷയാണ് അധികൃതർക്ക് നൽകുന്നത്. അതേസമയം ഗണേഷ് കുമാർ നേരിട്ട വിമർശനങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ഈ കണക്കുകൾ.